Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാലൻസ് സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എൻജിയുടെ അനാലിസിസ് ചെയ്യുന്ന അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ഏർണിംഗ് പവേഴ്സ് ലെവൽസ് ആണ്. നമ്മൾ സ്ട്രാറ്റജി എൻജി അനാലിസിസ് എടുക്കാം. എൻജി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്തായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ബിലോ പോയ വീക്ക്നെസ്, പ്രൈസ് ഡൗൺ ആയി. ഇനി എന്താണ് നെക്സ്റ്റ്? ഇനി പ്രൈസ് ബ്രേക്ക് ഔട്ടായി മുകളിലേക്കാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഓവറോൾ ന്യൂസ് ബേസ്ഡ് ആണ് മാർക്കറ്റ്. ശ്രദ്ധിക്കുക, ഇതെല്ലാം മോസ്റ്റ്ലി ഇൻഡെക്സസ് എല്ലാം ന്യൂസ് ബേസ്ഡ് ആണ്. ശരിക്കും നല്ല വോളറ്റിലി കൂടുതലാണ്, വോളറ്റൈലാണ്. സോ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്രൈസ് ഇപ്പോൾ പോകുന്നത് 1, ഇത് 2, റൈറ്റ്, ഇത് 3 ആൻഡ് ഇത് ഫുൾ 4 ആണ്. ഓക്കെ, 4 ആൻഡ് ദെൻ വീണ്ടും നമുക്ക് മുകളിലേക്ക് 5ൻ്റെ മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് 2 ഡേ ലോ എന്നാണ് ഇതാണ്. 2 ഡേ ലോ ബ്രേക്ക് ആവുന്ന വരെ പ്രൈസ് സൈഡ് വേസ് ടു ബുള്ളിഷ് ഇതിൻ്റെ അകത്തുണ്ടാകും. 2 ഡേ ലോ ബ്രേക്ക് ആയ വീക്ക്നെസ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ഡേ ലോ എന്നാണ് 260. ഓക്കെ, സോ ഇതിൻ്റെ ലോ ബ്രേക്ക് ആയാൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. 2 ഡേ ലോ ബ്രേക്ക് ആയാൽ മാർക്കറ്റ് 2 ഡേ ലോ ബ്രേക്ക് ആയാൽ മാത്രമേ വീക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കും. ആസ് പെർ നൗ ഈ ഒരു ഏരിയയിൽ പ്രൈസ് 81.20% റേഷ്യോ ഇതാണ്. സോ ഇതിൻ്റെ അബവ് മാത്രമേ ഇനി പ്രൈസ് ബുള്ളിഷ് ആവുള്ളൂ. ദാറ്റ് മീൻസ് 313.3 അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കളിക്കും. അത്രേ ഉള്ളൂ. കൂടുതൽ ഇതിനകത്ത് എനിക്ക് പറയാം, ബിഗർ മൂവ് എന്തെങ്കിലും നല്ലൊരു മൂവ് കിട്ടുകയാണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യണം, ഓർ ഇതിൻ്റെ ഹൈ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൺസൾട്ടേഷൻ. 4th ആണ് എനിക്ക് തോന്നുന്നു. 4th ആണെങ്കിൽ കൺസൾട്ടേഷൻ തന്നെ ഉണ്ടാകും. ഓക്കെ, 4th 1, 2, 3 ABC ഇതിനായിട്ടാണ് ഇപ്പോൾ പ്രൈസ് മീനും മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് നോക്കുക, ഇത് ചെയ്യുക. ഓക്കെ, ക്രൂഡ് ഓയിൽ എല്ലാം ഇത് തന്നെയാണ്. എല്ലാ ഇൻഡെക്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒക്കെ ന്യൂസ് ബേസ്ഡ് ആണ്. സോ ക്രൂഡ് ഓയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നു 1, 2, 3, 4, 5 ക്രൂഡ് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ക്രൂഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല, കൺസൾട്ടേഷൻ തന്നെയാണ്. ഈ അന്ന് ഷെയർ ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് തന്നെ കൺസൾട്ടേഷനാണ് ക്രൂഡ് ഓയിലിൻ്റെ സ്റ്റിൽ. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ക്രൂഡ് ഓയിൽ ഇവിടുന്ന് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നെ മുകളിലേക്ക് പോകും. ബട്ട് കൂടുതലല്ല, 5th ആണെങ്കിൽ ഇവിടെ വരെ പോകുള്ളൂ ഫുൾ ലെഗിൻ്റെ. ആൻഡ് ദെൻ അവിടെ നിന്ന് വീണ്ടും മുകളിൽ താഴേക്ക് വരാൻ ചാൻസസ് കൂടുതലുണ്ടാകും. ഇത് ബ്രേക്ക് ഔട്ട് തന്നാൽ ഓക്കെ, ഫോർ ദ അപ്പ് സൈഡ് നോക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ റെസിസ്റ്റൻസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ക്രൂഡ് ഓയിലിൽ നമുക്ക് വീണ്ടും കിട്ടും. ഓക്കെ, സോ ഇതാണ് ക്രൂഡ് ഓയിലിലെ ഈ സപ്പോർട്ട് ഓർ ഈ റെസിസ്റ്റൻസ്. ഓക്കെ, എപ്പോഴും പ്ലേ ചെയ്യാൻ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഷെയർ ചെയ്തു, പ്ലേ എങ്ങനെ ചെയ്യേണ്ടതാണ്? പ്ലേ ചെയ്യാനുള്ള എങ്ങനെയാണിത്? സോ ഇത് റീഡ് ചെയ്യുക. ഇത് ഫുൾ 1 പോയി, ഇത് 2 ആണ്. ഓക്കെ, സപ്പോർട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ 3, 4, 5 ആയിട്ട് മുകളിലേക്ക് പോകും. ടാർഗറ്റ് ഇത് വെക്കണം. ഓക്കെ, അങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഐ തിങ്ക് ഇത് 2 ആണ്. ഇത് ഫുൾ 2 കൺസൾട്ടേഷനാണ് നടക്കുന്നത്. ഈ ഒരു സിംഗിൾ ലെഗ് ഉണ്ട്. ഓക്കെ, ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റേഷ്യോ, ഈ ലോ ഉണ്ടല്ലോ, ഈ ലോ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത് 1 ആയി, ഇത് 2 ആണ് ഫുൾ കൺസൾട്ടേഷൻ. ദെൻ മുകളിലേക്ക് പോകുള്ളൂ 3ലേക്ക് എൻ്റർ ആയി. ഓക്കെ, നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ലാസ്റ്റ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്തത് ഞാൻ എന്താണ് ഇന്നലെ ഷെയർ ചെയ്തത് ആകെ നിഫ്റ്റി അനാലിസിസ് മാത്രമേ ഉള്ളൂ. അതിന് സ്പെഷ്യലി എടുത്ത് പറഞ്ഞായിരുന്നു പ്രൈസ് ഗ്യാപ് ഡൗൺ ആണ് ഞാൻ കാണുന്നത്. ഇത് ഇത്ര എവിടെയെങ്കിലും ഗ്യാപ് ഡൗൺ ആണ്. ഇവിടെ സപ്പോർട്ട് കൺസൾട്ടേഷനാണ് കാണുന്നത്. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? ഗ്യാപ് ഡൗൺ നേരെ ഇതിൻ്റെ ബിലോ ആണ്. നമ്മുടെ മേജർ 2 ഡേ ലോ അതിൻ്റെ ബിലോ ആണ് 23,330 നമ്മുടെ മെയിൻ ലെവലായിരുന്നു. അതിൻ്റെ ബിലോ ആണ് പ്രൈസ് ഓപ്പണിംഗ് റെസിസ്റ്റൻസ് എടുത്തു ആൻഡ് വീണ്ടും ഫോൾ. സോ സ്റ്റിൽ വീക്ക്നെസ് ആണ്, നോ ഡൗട്ട്, സ്റ്റിൽ വീക്ക്നെസ് ആണ്. ഇതെല്ലാം ഇനി എന്തായി? നമ്മൾ ആ 2 ഡേ ഞാൻ പറഞ്ഞല്ലോ, 2 ഡേ ബിലോ പോയ വീക്ക്നെസ് ആണ്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്രൂഡ് ഓയിൽ നമ്മുടെ നിഫ്റ്റിയിൽ ഇത് ന്യൂസ് ബേസ്ഡ് ആണ് മാർക്കറ്റ്. ഇന്നലെയും ന്യൂസ് ബേസ്ഡ് ഞാൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് ഡൗൺ സൈഡ് കിട്ടുള്ളൂ. ആൻഡ് ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. പ്രൈസ് എന്ത് ചെയ്തു? അതിന് ഈ ലെവലിൻ്റെ ബിലോ തന്നെയാണ് പ്രൈസ് പോയിരിക്കുന്നത്. സോ പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഇന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ഫോൾ ഫോർ ദ ഡൗൺ. സോ അതാണ് മാർക്കറ്റ് 3.5% ഫോളാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. ലെവൽ ബേസ്ഡ് വർക്ക് ചെയ്യുക, നോ ഇഷ്യൂ. ബട്ട് ബിഗർ ടൈം ഫ്രെയിം എനിക്ക് പറയാനുള്ളത് എന്താണ്? പ്രൈസ് സ്റ്റിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ലെഗ് തന്നെയാണ്. കൗണ്ടിങ് ഇവിടെ എന്തോ ഒരു ഇതുണ്ട്. നോ ഇഷ്യൂ, ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കത് തന്നെ പറയാം, ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഫോൾ ലാസ്റ്റ് ലെഗിൻ്റെ ഫോളാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ. ഓക്കെ, സോ നെക്സ്റ്റ് സപ്പോർട്ട് നാളത്തേക്ക്. ഇനി ഇതിൻ്റെ ട്രാപ്പ് എന്തെങ്കിലും ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? 111% ബ്രേക്ക് ചെയ്യില്ല, 850 ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് മുകളിലേക്ക് പോകും. ഇത് ട്രാപ്പ് ആണെങ്കിൽ ഓക്കെ, 111% റേഷ്യോ ചെയ്താണ് 22,850. ഇൻ കേസ് ഇത് കൂടി ബ്രേക്ക് ആയാൽ
ഇൻ കേസ് ഇത് ബ്രേക്ക് ആയാൽ ദെൻ പിന്നെ 127% സപ്പോർട്ടാണ്, പിന്നെ 161.80% സപ്പോർട്ടാണ്. നാളെ ഓപ്പണിംഗ് നോക്കണം. ഇത് ഓവറോൾ ഇന്ന് വന്ന ഇതൊക്കെ ട്രാപ്പ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, നാളെ മേ ബി റിവേഴ്സൽ തരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ നാളത്തെ ഓപ്പണിംഗ് മസ്റ്റാണ്. പിന്നെ ഇനി വരുന്ന ഫോൾ ഇൻട്രാഡേ സ്മോൾ ടൈമിൻ്റെ പർപ്പസിൽ സ്മോൾ ടൈം ഇത് വരുന്ന ഫോൾ ഇത് കണ്ടോ നമ്മൾ. സോ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ വരുന്നു, 5 minutes ടൈം ഫ്രെയിമിൽ. ഇപ്പോൾ ഈ വന്ന ഫോൾ എങ്ങനെയാണ്, 1, 2 and 3. ഓക്കെ, മുകളിൽ നിന്ന് വന്ന ഫോൾ ഇത് ഇവിടെ ഒരു 1, ഇത് 2യുടെ ബൗൺസ് ആയിരുന്നു, ഇത് ഫുൾ 3 ആണ്. ഇനി 4th ബൗൺസ് ആൻഡ് മേ ബി 5th ഫോൾ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓക്കെ 4th ആയി ആൻഡ് ദെൻ 5th ഫോൾ വീണ്ടും കിട്ടും. ശ്രദ്ധിക്കുക, അതാണ് സ്മോൾ ടൈം ഫ്രെയിം. സ്മോൾ ടൈമിൻ്റെ അനാലിസിസ് ആൻഡ് ഇതിൻ്റെ അനാലിസിസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിൽ ഒരു ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇത് വേണ്ട, ഡൗട്ട് വേണ്ട, ഇൻവെസ്റ്റ് ചെയ്യുക, നോ പ്രോബ്ലം. അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടും. നമ്മളെ ലാസ്റ്റ് ലെഗിന് ഫോളോ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, റിവാർഡ് എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കും. സബ്സ്ക്രൈബർ ഇത് പഴയ സബ്സ്ക്രൈബേഴ്സ് അവർ ഈ ഒരു ഏരിയയിലുള്ള സബ്സ്ക്രൈബേഴ്സ്, ദെൻ ഇത് ഈ ഒരു ഏരിയയിലുള്ള സബ്സ്ക്രൈബേഴ്സ് അവർ ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ബോട്ടം ഔട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് മോസ്റ്റ്ലി ചാൻസസിന് ഇവിടെ ബോട്ടം ഔട്ട് ചെയ്യും. പ്രൈസ് എന്ത് ചെയ്തു, മുകളിൽ പോയി താഴേക്ക് വന്ന് സഡൻ മുകളിലേക്ക് ഈ ഒരു ഷോട്ട് കണ്ടോ, എത്ര വലിയ ഹ്യൂജ് റാലിയാണ് നമുക്കന്ന് കിട്ടിയത്. സോ സെയിം എക്സാക്റ്റ് ആ ഒരു ചാൻസസാണ് ഇവിടെയും കിട്ടുന്നത്. നോക്കിക്കോ, അന്ന് ഞാൻ ഈ ഒരു ലെഗിലാണ് നമ്മൾ അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് എന്നാണ് മാർച്ച് ലാസ്റ്റ് ഇയർ മാർച്ചിലാണ് പ്രൈസ് ഇവിടെ ബോട്ടം ഔട്ട് ചെയ്യാൻ പോകും. പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി നമ്മൾ ട്രാപ്പ് ചെയ്ത് ഈ ബോട്ടം ഔട്ടിന് സൈൻ മാക്സിമം എന്തായാലും ഉണ്ടായിരുന്നു. എല്ലാവരും ട്രാപ്പ് ചെയ്തു, നമ്മൾ ട്രാപ്പ് ചെയ്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടുന്ന് എത്ര വലിയ ഹ്യൂജ് റാലി നമുക്ക് കിട്ടും. ഈ പ്രാവശ്യം ചാൻസസ് ഉണ്ട് പ്രൈസ് എന്ത് ചെയ്യും. ബട്ട് ഈ പ്രാവശ്യം ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പോണില്ല, ഇതിൻ്റെയൊക്കെ അബവ് ഉണ്ടാണ്. നോക്കാം ഗ്യാരൻറ്റി ഒന്നും ഇല്ല. ഞാൻ വെയിറ്റിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അത്യാവശ്യം നല്ല ഫോൾ 4-5% ഫോൾ കിട്ടുവാണെങ്കിൽ 5% ഫോൾ കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലോങ് ടേം ആണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഇൻട്രാഡേ പർപ്പസ് സ്മോൾ ടൈം ഫ്രെയിമിൽ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി ലിസ്റ്റസ് കിടക്കാം. നിഫ്റ്റിയിലെ പോലെ തന്നെ സിറ്റുവേഷൻ ആയി കിടക്കണം. ഇപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട്സ് നമുക്ക് വേഗം ഇതിങ്ങനെ മാർക്കറ്റ് ഡയറക്റ്റ്ലി ബുള്ളിഷ് ഇൻട്രാഡേ പർപ്പസിൽ ഞാനില്ല. അത് നമുക്ക് നോക്കേണ്ടി വരും. ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. റീസൺ വെച്ചാൽ കാണുന്നില്ല എനിക്ക്. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ട്രാപ്പാകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ ശരിക്കും എക്സ്പീരിയൻസ് ട്രേഡറും ഭയങ്കര ട്രാപ്പായിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് റിയലി അങ്ങനെയാണ്. അല്ലാണ്ട് ന്യൂ എന്തെങ്കിലും നിങ്ങൾ പഠിച്ച ആളുകൾ ഏത് മറ്റേ സബ്ജക്റ്റ് നിങ്ങൾ SMC ആണ് പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ആണ്, എന്ത് പഠിച്ചിട്ടും സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു എല്ലാവരും ട്രാപ്ഡ് മീൻസ് അങ്ങനെയല്ല. മാർക്കറ്റ് അത്രയ്ക്ക് വോളറ്റൈലാണ്, ഈസി അല്ല. നമുക്ക് ഈസി മൂവ് അല്ല കിട്ടണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ബട്ട് മാർക്കറ്റ് ആ ഒരു സൈഡിലേക്ക് മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ജംപ്ഡാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് പറഞ്ഞായിരുന്നു. നെഗറ്റീവ് ഞാൻ ഇവിടെ എവിടെയെങ്കിലാണ് കാണുന്നത്. പ്രൈസ് എന്ത് ചെയ്യും, അതിൻ്റെ ബില്ലും ആണ് പോയേക്കുന്നത്. മനസ്സിലായോ, അതിൻ്റെ ബില്ലും. സോ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കയറേണ്ടതാണ് എൻ്റെ ഒരു ഇതിൽ. ബട്ട് പ്രൈസ് എന്ത് ചെയ്യും, അതിൻ്റെ ബില്ലും ആൻഡ് ഫർദർ ഫോൾ. സോ അതാണ് ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ. ശ്രദ്ധിക്കുക. നമുക്കിനി സെൻസെക്സ് പോകാം. സെൻസെക്സ് ഇതൊക്കെയാണ് സെൻസെക്സിൻ്റെ സ്റ്റോറി. എല്ലാ ഇൻഡെക്സസ് അങ്ങനെ തന്നെ ഡബിൾ ബോട്ടത്തിൻ്റെ ആ ഒരു ഇതിലേക്കാണ് കിടക്കുന്നത്. ഡബിൾ ബോട്ടം 111% സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കയറുവാണെങ്കിൽ അതൊരു നല്ലൊരു റിവേഴ്സലിലാണ് കിട്ടുന്നത്. ഓക്കെ, 127% ടച്ച് ചെയ്യാൻ പാടില്ല ആ ഒരു സിനാരിയോയിൽ. സോ 111%, 161.8%. ഡബിൾ ബോട്ടം ഈ ഷാർപ്പ് റൈലിൻ്റെ ഡബിൾ ബോട്ടം ഇതാണ് അറിയാം. 127% ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. 111% നിയർ അവിടെ നിന്ന് തന്നെ റിവേഴ്സൽ എടുക്കണം ഡെയിലി ടൈം ഫ്രെയിമിൽ. ദെൻ അത് നല്ലൊരു ഹെൽത്തി റിവേഴ്സലായിട്ട് കാണും. അതൊരു ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്യും ആ ഒരു സിനാരിയോയിൽ. ഡൈവർജൻസ്, ബുള്ളിഷ് ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഷാർപ്പ് അപ്സൈഡ്. സോ അങ്ങനെയാണ് സിറ്റുവേഷൻ. നോക്കുക, സമയമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കതേ തന്നെ പറയാനുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. പിന്നെ ABC സ്ട്രക്ചർ ഇന്നലെ അല്ല, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ABC സ്ട്രക്ചറാണ് ഞാൻ കാണുന്നത്. ABC സ്ട്രക്ചർ മീൻസ് കറക്ഷൻ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ABC സ്ട്രക്ചർ ഞാൻ നിഫ്റ്റി മിനിയാന്ന് ഞാൻ പറയുകയും ചെയ്തു. ABC സ്ട്രക്ചറാണ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ABC സ്ട്രക്ചർ മീൻസ് വരുന്ന മൂവ് അത് ബൗൺസ് ആണ്. സോ ഫർദർ ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ABC സ്ട്രക്ചർ. ഇമ്പൾസ് ആൻഡ് ABC സ്ട്രക്ചർ രണ്ടാണ്. ഞാൻ ഐ തിങ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ട് എനിക്കറിയില്ല. ബട്ട് ഞാൻ പറഞ്ഞായിരുന്നു
ഈ ഒരു 1 2 3 മുകളിലേക്ക് പോയത് 3 ക്യാൻഡിൽസാണ്, താഴേക്ക് വന്നത് കൂടുതൽ ക്യാൻഡിൽസാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ടൈം എടുക്കുവാണെങ്കിൽ സെക്കൻഡ് വേവ് ABC ആണത്, 2 അല്ല, B ആണ്. ഓക്കെ, സോ ABC ആയിട്ട് മുകളിലേക്ക് പോകുന്നത് ദാറ്റ് മീൻസ് അത് കറക്ഷൻ്റെ ബൗൺസ് ആണ് പോകുന്നത്. സോ അതൊക്കെയാണ് ഒരു സൈൻ ഓഫ് മൂവ്. എങ്ങനത്തെ മൂവാണ് പോയത്, ബൗൺസ് ആണോ അല്ലെങ്കിൽ റാലി ആണോ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ എനിവേ നമുക്ക് നോക്കാം ഫർദർ. ഇതിൻ്റെ എനിക്കൊന്നും പറയാനില്ല. 111% വെക്കുക. ഓക്കെ, ദെൻ 127%, 161.80% ഫർദർ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും കൂടി. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ എല്ലാവരും. സോ കഴിഞ്ഞ ഇന്നത്തെ അനാലിസിസ് ബാക്കി നമുക്ക് നോക്കാം നാളെ. സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ്.